ഈ ഡോക്ടർ ശശി തരൂരിനെ ഒരുപക്ഷെ കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമായിരിക്കും. തിരികെയും അങ്ങനെ ആയിരിക്കാം. കാരണം തരൂരിൻ്റെ പ്രൊഫൈൽ വേറൊന്നാണ്. അതിനിപ്പം കോൺഗ്രസിൻ്റെ മേൽവിലാസമൊന്നും തരൂരിന് ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തരൂർ ഇത്ര തൻ്റെ അടുത്തോടു കൂടി നിന്ന് കാര്യങ്ങൾ പറയുന്നത്, അല്ലേ? കോൺഗ്രസിനെന്നല്ല, ഒരു രാഷ്ട്രീയ കക്ഷിക്കും, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും പൂർണ്ണമായി ഹോൾഡ് ചെയ്യാനാവാത്ത തരത്തിലുള്ള ഒരു മഹാവ്യക്തിത്വമാണ് ഡോക്ടർ തരൂർ. ഇപ്പം ഡോക്ടർ തരൂർ എന്ന് പറയുന്നത് ആ ഡോക്ടറേറ്റിനകത്ത് തന്നെ ഒരു കാമ്പുണ്ട്. ഏതെങ്കിലും ഒരു ശരാശരി സർവകലാശാലയിൽ പഠിച്ച് നേടുന്നതോ വ്യാജ ബിരുദമോ ഒന്നുമല്ല. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ആൾ. ലോകം കണ്ട ഒരുപക്ഷെ മലയാളികളിൽ വെച്ച് ഏറ്റവും അധികം ലോകപരിചയമുള്ള ഒരാൾ, ഏറ്റവും അധികം രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ. ലോകത്തിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാളികളിൽ ലോകത്തിന് ഏറ്റവും പരിചിതമായ മുഖം രമേശ് ചെന്നിത്തലയുടേതല്ല, അല്ലെങ്കിൽ വി ഡി സതീശൻ്റേതല്ല, മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയുടേതല്ല, പിണറായി വിജയൻ്റേതല്ല, ആരുടേതുമല്ല, തരൂരിൻ്റെയാണ്. ഒരു മലയാളിയാണോ തരൂർ എന്ന് പോലും ലോകത്ത് പലർക്കും അറിയില്ല. പക്ഷേ ഇന്ത്യൻ ആണെന്നറിയാം. മേൽവിലാസം ആവശ്യമില്ലാത്ത വിശ്വപൗരൻ എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ വിപ്പ് അനുസരിച്ച്, പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട്, പാർലമെൻ്ററി മര്യാദ അനുസരിച്ച്, രാഷ്ട്രീയ മര്യാദ അനുസരിച്ച്, പാർട്ടി നയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട്, പാർട്ടിയുടെ സങ്കുചിത രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട്, സ്വന്തം അഭിപ്രായങ്ങൾ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് പാർട്ടി അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞ് ജീവിച്ചു പോവുക ഒരു വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ ആ ഒരു സഫക്കേഷൻ, താൻ ചങ്ങലയ്ക്കുള്ളിലാണ്, തനിക്ക് സ്വന്തമായി ചില ആവിഷ്കാരങ്ങളില്ലേ, അതിനുള്ള അർഹത തനിക്കില്ലേ എന്ന തരൂരിൻ്റെ ഒരു ചിന്തയാകാം സ്വല്പം ഉറക്കെ ചിന്തിക്കാനും അത് പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള വേദിയുണ്ടായത്. അത് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം 2 വെട്ടിയാണ് പൊട്ടിച്ചത്. ഒന്ന്, പത്രലേഖകരോട് കാഷ്വൽ സംസാരത്തിൽ മോദിയുടെ അമേരിക്ക സന്ദർശനത്തെ എൻഡോഴ്സ് ചെയ്യത്തക്ക രീതിയിൽ, അംഗീകരിക്കത്തക്ക രീതിയിൽ നമ്മൾ എത്തിച്ചേർന്ന കരാറുകൾ, എത്തിച്ചേർന്ന നിഗമനങ്ങൾ, തീരുമാനങ്ങൾ അത് ഇന്ത്യക്ക് ഗുണകരമാകുമെന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ആദ്യ ശ്വാസത്തിൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിളിലൂടെ കേരള സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് വ്യവസായ മന്ത്രി പി രാജീവിനും നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്ന തരൂരിനെ കണ്ടു. അപ്പോൾ തരൂർ ഒന്നുകിൽ താൻ വ്യത്യസ്തനാണ്, വ്യത്യസ്തനാകുന്നതിന് മറ്റാരുടെയും അനുവാദം എനിക്ക് ആവശ്യമില്ല എന്ന നിലപാടാണ്. കോൺഗ്രസ് പാർട്ടി പറയുന്നു അങ്ങനല്ല, താങ്കൾ MP ആയിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റ് ലഭിച്ചതുകൊണ്ടാണ്. മറുവശത്ത് തരൂർ ചിന്തിക്കാം, താൻ MP ആയിരിക്കുന്നത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു എങ്കിലും താൻ കൂടി നേടിയെടുത്ത തൻ്റെ വ്യക്തിപ്രഭാവത്തിന് കൂടി തിരുവനന്തപുരത്തെ സംവിധായകർ നൽകിയ വോട്ടാണ് തന്നെ MP ആയി തിരിച്ചത്. താൻ MP ആകുമ്പോൾ ജനം പ്രതീക്ഷിക്കുന്നത് ഒരു ശരാശരി കോൺഗ്രസ്സുകാരൻ ആകുക എന്നതല്ല, മറിച്ച് വിശാല അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു വികസനം, തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ വികസനം വ്യത്യസ്തമായ രീതിയിൽ കാണുക, അതിനെ സ്വപ്നങ്ങൾ നെയ്യുക, നാളുകളിലേക്കുള്ള ഒരു ചിത്രം വരച്ച് കാട്ടുക. അങ്ങനെയെങ്കിൽ തരൂർ ഈസ് റൈറ്റ് എന്നും എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഹൈക്കമാൻഡും അതുകൊണ്ട് തന്നെ ആയിരിക്കാം തരൂരിൻ്റെ മേൽ അത്തരത്തിലുള്ള നടപടി എടുക്കാത്തത്, അല്ലേ? ഈ സാധാരണ ചൂണ്ട കൊണ്ട് തിമിംഗലത്തെ പിടിക്കാൻ പോകരുത് എന്നൊരു saying. അതെ, തിമിംഗലത്തെ പിടിക്കാം, പക്ഷേ അതിന് അതിൻ്റേതായ വെയിലിംഗ് എന്ന് പറയും. അതിന് തക്ക ചൂണ്ടയൊന്നും ഹൈക്കമാൻഡിൻ്റെ ആവനാഴിയിലുണ്ട് എന്ന് കരുതുന്നില്ല. അത് മാത്രമല്ല, കുറച്ചുകൂടി ചെറിയ രീതിയിൽ പറഞ്ഞാൽ ഡോണ്ട് പ്രൊവോക്ക് എ പോർക്കിപ്പൈൻ, ഒരു മുള്ളൻ പന്നിയെ പ്രകോപിപ്പിക്കരുത്, മുള്ളു കൊള്ളാനുള്ള സാധ്യത ഉണ്ട്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയോട് വിധേയത്വം ഉണ്ടാക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. 4 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയിൽ പെട്ട ആൾ ജയിച്ചു വന്നു, MP ആയി. പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട തരൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആലങ്കാരികമായി പറയുകയാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയാലും അത് വലിയ നേട്ടമൊന്നുമല്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിപ്പെടാനായാൽ, അല്ലെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു പാൻ ഇന്ത്യ ലെവലിൽ എത്തിപ്പെടാൻ സാധിച്ചാൽ ഒരുപക്ഷെ നേട്ടമാണെന്ന് പറയാം. അല്ലാതെ വലിയൊരു ആഗ്രഹങ്ങളൊന്നും തരൂരിനുണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ, കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലരും ചിന്തിക്കുന്നത് പരിമിതമായ ആഗ്രഹങ്ങളാണ്
ശശി തരൂരിന് ഉള്ളത്. അതായത് തിരുവനന്തപുരത്ത് വീണ്ടും വീണ്ടും MP ആകണം. ഒത്തുവന്നാൽ ഇന്ത്യ മുന്നണി സംവിധാനം അധികാരത്തിൽ വന്നാൽ അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാകാം. അത്രയൊക്കെയാണ്. അതൊരു പക്ഷേ തരൂരിന് ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. തരൂർ ഇപ്പോൾ രാജിവെക്കുന്നു എന്ന് കരുതുക. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഹൈപ്പോത്തറ്റിക്കലാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെച്ചാൽ അടുത്ത നിമിഷം ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയിൽ കണ്ണായ ഒരു വകുപ്പ് ശശി തരൂരിന് ഒരുപക്ഷെ ലഭിച്ചാൽ ഞാൻ അത്ഭുതപ്പെടില്ല. പക്ഷെ അങ്ങനെ പെട്ടെന്ന് കളം മാറി ചവിട്ടാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണോ തരൂരിന്? കാരണം ഹൈന്ദവ ദേശീയതയും വൈ ഐ എം എ ഹിന്ദു എന്ന് തരൂർ പറയുന്നത് അർത്ഥപൂർണമായ ഒരു കാര്യമാണ് എങ്കിൽ പെട്ടെന്നൊരു നിമിഷം BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ തരൂരിൻ്റെ ഹിന്ദുത്വമായി കഴിയുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അതുകൊണ്ട് തരൂരിന് അങ്ങനെ എളുപ്പം കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാനോ BJPയിൽ ചേരാനോ കേന്ദ്രമന്ത്രിസഭയിൽ എത്താനോ ഒന്നും സാധിക്കുന്നൊരു കാര്യമല്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ തരൂരിൻ്റെ മനസ്സിൽ. താൻ കൂടി സഹായിച്ച പാർട്ടി, തൻ്റെ പ്രതിച്ഛായ കൂടി പാർട്ടിക്ക് മുതൽക്കൂട്ടാകേണ്ട സമയമാണ് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. 1.25 വർഷത്തിനുള്ളിൽ. അതിന് മുൻപ് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ താൻ ഉള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ പാർട്ടിക്കൊരു വ്യത്യസ്തരായ ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ ലഭിക്കുന്നത്. താനല്ല ഗ്രാസ് റൂട്ട്. ഒരിക്കലും തരൂർ ഗ്രാസ് റൂട്ടാണെന്ന് പറയാനാവില്ല. തരൂരിന് സ്വന്തമായ ഒരു ഫാൻ ഫോളോയിങ് ഒരു പ്രത്യേക ഇടത്ത് ഉണ്ടെന്ന് പറയാനും ആവില്ല. പക്ഷേ തരൂർ നൽകുന്ന ഒരു സോളിഡിറ്റി അത് വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ അതിന് അനുകൂലമായ ഒരു കാര്യം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗത്വം ലഭിച്ചു എന്നതല്ലാതെ കേരളത്തിലെ ഒരൊറ്റ ലീഡിംഗ് കോൺഗ്രസ്സുകാരനെ ശശി തരൂരിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തരൂർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ കേരളത്തിലുള്ളവരായിരുന്നു മുഴുവൻ എതിര് നിന്നത്. കേരളത്തിലുള്ളവരെതിര് നിന്നു. വൻ തോക്കുകളെല്ലാം എതിര് നിന്നു. അപ്പോഴും K. സുധാകരൻ മാത്രമാണ് സ്വല്പം ഇപ്പോഴും അപ്പോഴും ഭയമായിട്ട് നിന്നത് അദ്ദേഹം മാത്രമാണ്. പിന്നെ K. ശബരിനാഥനോ അതായത് ചെറിയ ചെറിയ നേതാക്കൾ, കോഴിക്കോട് MP MK രാഘവൻ ഇങ്ങനെയുള്ള കുറച്ചു പേരൊക്കെ തരൂരിനെ ഒരു സന്തോഷപൂർവ്വം കൊണ്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത്. പക്ഷേ അദ്ദേഹത്തെ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരും ഉൾക്കൊള്ളുന്നില്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കീം ഓഫ് തിങ്സിൽ തരൂർ ഇല്ല. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ എത്തി എന്നതല്ലാതെ കാര്യമായ ഒന്നും തന്നെ വിദേശകാര്യ സമിതികൾ, പാർലമെന്ററി സമിതികളിലൊക്കെ അംഗത്വം ലഭിച്ചു. പക്ഷേ കേന്ദ്ര സർക്കാരിനെ കട്ടിച്ചു കീറാനുള്ള അവസരങ്ങൾ തരൂരിൻ്റെ വാഗ്ധോരണയിലൂടെ സാധിച്ചു. അങ്ങനെ ഒരു നാഷണൽ ഫ്രെയിമിൽ നിൽക്കാൻ തരൂർ സാധിച്ചു. കാരണം പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ ഉഗ്രമായ സംസാരങ്ങൾ തീർച്ചയായും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മുതൽക്കൂട്ടായിരുന്നു എന്നതും വിസ്മരിക്കാനാവില്ല. അതുകൊണ്ട് തരൂർ തീർച്ചയായും കോൺഗ്രസിനോട് ചെറിയ തോതിലുള്ള പരിഭവമുണ്ട്, ചൊരുക്കുണ്ട്. അങ്ങനെയാണ് മലയാളത്തിൽ പറയുക, ചൊരുക്കുണ്ട്. അത് പ്രകടിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം. അദ്ദേഹം താൻ നിഷ്പക്ഷനാണ്. BJP നല്ലത് ചെയ്താൽ അവരോടും, ഇടതുപക്ഷം നല്ലത് ചെയ്താൽ അവരോടും അത് നല്ലതെന്ന് പറയാനുള്ള ആർജവം നട്ടലോടുകൂടി ഞാൻ കാണിക്കുന്നു എന്ന രീതിയിൽ വ്യത്യസ്തനാകാനുള്ള ശ്രമം നടത്തി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വ്യത്യസ്തരല്ലല്ലോ. ഒരെക്കാലത്തും പരിചിതമായ രാഷ്ട്രീയ രീതികൾ, അവർ സംഘടനാ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നാണ് പരമാവധി മലയാളികൾ, മഹാഭൂരിപക്ഷം മലയാളികളും കാര്യങ്ങളെ കാണുന്നത്. അത് തെറ്റാണെന്ന് പറയാനും ആവില്ല. അങ്ങനെയെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട്, വർക്കിംഗ് കമ്മിറ്റി അംഗമായി നിന്നുകൊണ്ട് തരൂർ എങ്ങനെ സ്വന്തം പാർട്ടിയെ വളരെ വലിയ പ്രതിരോധത്തിലാക്കാൻ സാധിക്കും? വലിയ ചോദ്യമാണ്. കഷ്ടപ്പെടുകയാണ്. സൂചി കൊണ്ട് എടുക്കാവുന്നതിനെ തൂമ്പ കൊണ്ടല്ല JCB കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതാണ് ചെന്നിത്തലയും സതീശനും എല്ലാവരും കഷ്ടപ്പെടുകയാണ്. കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് സംസ്കാരം ഇപ്പോൾ വളരെ മെച്ചമാണെന്ന് തരൂർ പറഞ്ഞു വെക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ കഷ്ടപ്പെടുകയാണ് കേരളത്തിലെ UDF നേതൃത്വം. പക്ഷേ ഏറെ നാളായിട്ട് നരേന്ദ്രമോദി നോട്ടം ഇട്ടിരിക്കുകയാണ് ഈ ചിലരെയൊക്കെ തന്നെ. നമുക്കറിയാവുന്നതാണ്. NK പ്രേമേന്ദ്രൻ്റെ കാര്യത്തിലായാലും അതുപോലെ തരൂരിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാൻ വേണമെങ്കിൽ. അസാധ്യമായ ഒന്നും തന്നെ ഇല്ല. അസാധ്യമെന്ന് പറയാൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായ ഒന്നും തന്നെ ഇല്ല. KR നാരായണന് രാഷ്ട്രപതിയാകാമെങ്കിൽ, ദ്രൗപദി മുർമുവിനെ ഫസ്റ്റ് സിറ്റിസൺ ആകാമെങ്കിൽ അസാധ്യമായ യാതൊന്നും തന്നെയില്ല. അതുകൊണ്ട് അസാധ്യമായ ഒരു കലയാണ് രാഷ്ട്രീയം. അതുകൊണ്ട് തരൂരിന് എന്താണ് ജീവിതത്തിൻ്റെ അവസാന ലെഗിൽ തരൂരിനെ കാത്തിരിക്കേണ്ടതെന്ന് കാണേണ്ടതുണ്ട്. ഒരു ടേണിംഗ് പോയിൻ്റായി ഒരുപക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ വന്നു ഭവിച്ചാൽ ഞാൻ അത്ഭുതപ്പെടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.